ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാനാണ്. ഒരു ടെക് അപ്ഡേറ്റ് ആണ്, ഒരു മൊബൈൽ കമ്പനീനെ കുറിച്ചിട്ടുള്ള. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റുകൾക്കും ടെക് ന്യൂസിനും സൈബർ സെക്യൂരിറ്റി വീഡിയോസിനൊക്കെ അജയ് ടെക് ടിപ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മാക്സിമം പേർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നോയ്സ് ഉണ്ടാവും. എഡിറ്റിംഗിൽ അത് ഒഴിവാക്കാൻ പറ്റുമോ നോക്കും മാക്സിമം മോള്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ റെയിനിങ് ആണ്, പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നിങ്ങൾ കണ്ട പോലെ, തമ്മിൽ കണ്ട പോലെ VI സ്റ്റോപ്പ് ചെയ്യാൻ പോവാന്നുള്ള ഒരു ന്യൂസ് നമുക്ക്, റൂമേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. VI വോഡാഫോൺ ഐഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതെങ്ങനെ ബാധിക്കും? എന്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മള് VI കസ്റ്റമേഴ്സിനെ എങ്ങനെ ബാധിക്കും? വളരെ ഇഷ്യൂ ആണ്. കാരണം നമുക്കത് കുറച്ച് പോയിന്റ്സ് പറയേണ്ടത് ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. VI എന്ന് ഉള്ള ഒരു കമ്പനി എന്ന് പറയാൻ വെച്ചാൽ, മൊബൈൽ കമ്പനി ഇന്ത്യയിൽ തുടങ്ങിയ മുതൽക്കുള്ള കമ്പനിയാണ് ഐഡിയക്ക് മുമ്പ് അത് എസ്കോട്ടിലായിരുന്നു, വോഡാഫോണിന് മുമ്പ് അത് ഹച്ച് ആയിരുന്നു, അതേപോലെ അതിനു മുമ്പ് അത് BPL ആയിരുന്നു. ഈ രണ്ട് കമ്പനികളും മേർജ് ചെയ്തിട്ടാണ് VI എന്ന് പറയുന്നത്. ഐഡിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യം അത് എസ്കോട്ടിലായിരുന്നു, അതിനുശേഷം ഐഡിയ വന്നു, പിന്നെ അത് വോഡാഫോണായിട്ട് മേർജ് ചെയ്തു. ഇനി വോഡാഫോണിന്റെ ആൻസസ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് BPL ആയിരുന്നു, ഹച്ച് വന്നു, ഹച്ച് ടേക്കപ്പ് ചെയ്തു, അതിനുശേഷം വോഡാഫോണും ഐഡിയയും കൂടെ മേർജ് ചെയ്തു. വോഡാഫോൺ വന്നു, അതിനുശേഷം വോഡാഫോൺ ഐഡിയ ആയിട്ട് മേർജ് ചെയ്തു. അപ്പം ഈ ഒരു കമ്പനിയിൽ പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് കസ്റ്റമേഴ്സ് ഉള്ളതാണ്, ഇൻക്ലൂഡിങ് മീ. 1997 BPL കണക്ഷൻ എനിക്കുണ്ട്, അതേപോലെ തന്നെ ഐഡിയയുടെ കണക്ഷൻ ഉണ്ട്, എസ്കോട്ടിലെ കണക്ഷൻ ഉണ്ട്. ഇതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആധാറിൽ നമ്മൾ എന്റെ ഐഡിയ നമ്പറാണ് ഞാൻ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ കമ്പനി പൂട്ടിപ്പോയാൽ പേടിക്കണ്ട. നമുക്ക് ഇതിനു മുമ്പും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ അതേപോലെ തന്നെ വരും, കാരണം ട്രായിന്റെ അണ്ടറിലാണ്. അപ്പൊ ഈ ഒരു വോഡാഫോൺ ഐഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് പൂട്ടിപ്പോവില്ല. പൂട്ടാണെങ്കിൽ അതിന് നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് പോർട്ട് ചെയ്ത് വേറൊരു നെറ്റ്വർക്കിലേക്ക് മാറാം. നോക്കണം, പോർട്ട് ചെയ്തിട്ട് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം, ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ, ജിയോ അല്ല, റിലയൻസ്, MTS, യൂണിനോർ, അതേപോലെ തന്നെ വീഡിയോകോൺ, കുറെ കമ്പനീസ് ഇതേപോലെ, എയർസെല്ല് ഇപ്പോഴും 92 ഉള്ള നമ്പറൊക്കെ MTSന്റെ ആണ്. 9 അങ്ങനെയുള്ള നമ്പേഴ്സ് ഉള്ള മൊബൈൽ നമുക്കറിയാം. അത് മേർജ് ചെയ്ത് 9037 ടാറ്റ ഡോകോമോ ആയിരുന്നു. ആ ഒരു ടാറ്റ ഡോകോമോ, ടാറ്റ ഇൻഡികോം, ഇതൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് പോയി. പക്ഷെ അവരുടെ കസ്റ്റമേഴ്സ് എന്താ ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്ത് നിങ്ങളുടെ കണക്ഷൻ കട്ടാവില്ല, നമ്പർ നമുക്ക് സസ്റ്റൈനിങ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു കമ്പനി പൂട്ടാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് അതിന് മുമ്പ് ഒരു നോട്ടീസ് പീരിയഡ് തരും, അതിനുള്ളിൽ നമുക്ക് വേറൊരു നെറ്റ്വർക്കിലേക്ക് മാറാം. അതൊരു ഓപ്ഷൻ. ഇനി അതല്ലെങ്കിൽ VIനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനി ടേക്കപ്പ് ചെയ്യണം. ടേക്കപ്പ് ചെയ്യണം. ഇപ്പം നമുക്ക് പറയാം, വോഡാഫോൺ ഐഡിയ മാറി, അതേപോലെ ഹച്ചിനെ എന്ത് ചെയ്തു? വോഡാഫോൺ എടുത്തു. അതേപോലെ തന്നെ എസ്കോട്ടലിനെ എന്ത് ചെയ്തു? ഐഡിയ എടുത്തു. അതേപോലെ ഈ ഒരു കമ്പനീനെ ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുത്തിട്ട്, നമ്മൾ സേഡി മൂസയിൽ പറഞ്ഞ എന്റെ ബാധ്യതയുടെയും താക്കോൽ എന്ന് പറഞ്ഞാൽ ബാധ്യതയൊക്കെ ഏറ്റെടുത്തിട്ട് ഒരു കമ്പനി വരാണെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാം. അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ? ശരിക്കും ഈ VI പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അവരെ കസ്റ്റമേഴ്സ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരെ റേഞ്ച്, കാരണം അത് തുടങ്ങിയ കാലത്തുള്ള ഫ്രീക്വൻസി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനി വേറൊരു കമ്പനിക്കും ആ ഒരു ഫ്രീക്വൻസിയിൽ അലൗട്ട് ചെയ്തിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞാൽ ബാക്കിയുള്ള എയർടെൽ ആയാലും ജിയോ ആയാലും അവരെ താരിഫ് കൂട്ടും, അവരെ കളി എന്ന് തുടങ്ങും. അപ്പൊ എന്തുകൊണ്ടാണ് ഇനി ഈ VI പൂട്ടാൻ പോകുന്നത്? പെട്ടെന്ന് നിങ്ങളൊരു ന്യൂസ് കേട്ട് VI പൂട്ടാൻ പോകുന്നത്. എന്തുകൊണ്ട് VI പൂട്ടാൻ പോകുന്നു? അതായത് VI ഗവൺമെന്റിലേക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്.
കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല ചെറിയ എമൗണ്ട് ആണ്. ഒരു 8,300 കോടി രൂപ കൊടുക്കാറുണ്ട്. അതിൽ അർജന്റ് ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 19-ാം തീയതി VI ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സുപ്രീം കോടതിയിൽ ഒരു അപ്പീല് പോയിട്ടുണ്ടായിരുന്നു. ആ അപ്പീല് തള്ളിപ്പോയി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർ 30 കോടി രൂപ കെട്ടണം. ഇത് കസ്റ്റമേഴ്സിന് ഇപ്പൊ ഈ കോമ്പറ്റീഷൻ വന്നപ്പോ ആ റേറ്റിനൊന്നും കൊടുക്കാൻ പറ്റാതിരുന്നു. ഇപ്പൊ സ്പെക്ട്രം ലേലത്തിലും ഇതൊക്കെ ആയിട്ട് അവർക്ക് കുറെ നഷ്ടങ്ങൾ വന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് ഇവരെന്ത് ചെയ്യണം, കൊടുക്കണം. അതിപ്പോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ പെട്ടെന്ന് നാളെ ഒരു ദിവസം നിങ്ങളുടെ സിമ്മൊക്കെ റേഞ്ചൊക്കെ പോയി കട്ടാവില്ല. മാർച്ച് 31-ന് 2026 മാർച്ച് 31 വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾ ചാടിപ്പോയി പോർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം മതി. ചിലപ്പോൾ വേറെ കമ്പനി ടേക്കപ്പ് ചെയ്ത സിമ്മ് മാത്രം ഒന്ന് മാറ്റി തരും. പണ്ട് നമുക്ക് അനുഭവിച്ചത് അങ്ങനെയാണ്. അതേപോലെ ചെയ്താൽ മതി. ഈ മാർച്ച് 31-ന്റെ ഉള്ളിൽ ഇവർ ഈ പൈസ അടയ്ക്കണം. 2026 മാർച്ച്. അത് അടച്ചിട്ടില്ലെങ്കിൽ വരെ ലൈസൻസ് പോകും. അപ്പൊ അതിന് ഗവൺമെന്റ് ട്രൈ ഒരു ഓപ്ഷൻ തരും, നമുക്കൊന്നെങ്കിൽ പോർട്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് വരേണ്ട നമ്പർ പോവാണെങ്കിൽ പോട്ടെ, നമ്മുടെ ഈ ബാങ്കിലും ആധാറിലൊക്കെ നമുക്ക് നമ്പർ മാറ്റാം. പക്ഷെ അത് കുറച്ച് ഹെക്ടിക് ടാസ്ക് ആണ്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, ഇവര് പൈസ അടയ്ക്കോ ഇല്ലയോ ഒക്കെ വരും നാളുകളിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഞാൻ അതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.